ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, ബില്ലിനകത്ത് ചർച്ച ചെയ്ത അംഗങ്ങൾ പൊതുവിൽ ബില്ലിനകത്ത് ധനകാര്യ ബില്ലെന്ന നിലയിൽ കാര്യമായ വിമർശനങ്ങളും ഇതിനകത്ത് വളരെ അധികമായ കാര്യങ്ങളും എന്ന നിലയിൽ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം ഏറ്റവും കുറച്ച് നികുതി നിർദ്ദേശങ്ങളുള്ള ധനകാര്യ ബില്ലിൻ്റെ പേജുകൾ അധികം ഉണ്ടെങ്കിലും അധികം കാര്യം ധനകാര്യ കാര്യങ്ങളിലധികം ഫണ്ട് റേസ് ചെയ്യുന്നതല്ലാത്തൊരു ബില്ല് തന്നെയാണിത്. പിന്നെ സാധാരണഗതിയിൽ നിയമസഭയിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നത് രാഷ്ട്രീയമായ ചർച്ചകൾ നടക്കും. പ്രത്യേകിച്ച് പ്രതിപക്ഷം അക്കാര്യത്തെ ഒന്നും അവർ ഈ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കില്ല എന്നുള്ളത് സാധാരണഗതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തിൻ്റെ കേരളമാണ്, എന്താണ് കേരളം എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഇവിടെ. കേരളം എന്താണ് എന്ന് കാസർഗോഡ് മുതൽ പാറശാല വരെ യാത്ര ചെയ്താൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്ന് വടക്കേ അറ്റത്തേക്കും അതുപോലെ നമ്മൾ ഇങ്ങ് തമിഴ്നാട് അതിർത്തിയിൽ നിന്നോ കർണാടക അതിർത്തിയിൽ നിന്നോ ഒക്കെ യാത്ര ചെയ്യുമ്പോഴും കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഇവിടെ നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴിൽ സംസാരിക്കുന്നതിനൊക്കെ വിൻസെൻ്റ് തമിഴ് വാക്കുകളൊക്കെ പറയുന്നത് കേട്ടു. തമിഴ് പറഞ്ഞില്ല, അല്ലാത്ത ഭാഷയും ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഒക്കെ അവർക്ക് മനസ്സിലാവുമായിരിക്കും. എങ്ങനെയാണ് കന്യാകുമാരി തമിഴ്നാട്ടിൽ എങ്ങനെയാണ് നടക്കുന്നത്, ഇവിടെ നടക്കുന്നില്ല? വസ്തുതാപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ മണ്ഡലത്തിലെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞാൽ വിഴിഞ്ഞത്തേക്ക് പോയാൽ കോവളത്തേക്ക് പോയാൽ നാളെ ആളുകൾ അംഗീകരിക്കുമോ? ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്ഥലം, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, അവിടെ എന്ത് നടക്കുന്നു നടക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞല്ലോ അദ്ദേഹം. റെയിൽവേയുടെ കാര്യത്തിൽ ഇന്നലെ ഏകദേശം 2000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇന്നലത്തെ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അതിൻ്റെ പരിപാടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ധനകാര്യ കാര്യങ്ങൾ അംഗീകരിക്കുന്നത്. റോഡിൻ്റെ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇത് വിഴിഞ്ഞത്തെ മാത്രമല്ല, 10-15 കൊല്ലം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യേണ്ട വിഴിഞ്ഞം പദ്ധതി 2028 പൂർത്തീകരിക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഓരോ മേഖല എടുത്താലും കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകുമ്പോൾ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഉള്ള NHൻ്റെ ഭാഗം പകുതിയോളം സ്ഥലം NH ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലാകെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം നോക്കിയാൽ നാഷണൽ ഹൈവേയുടെയും മറ്റ് റോഡുകളുടെയും അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന്? കേരളത്തിലെ ആശുപത്രികളും സ്കൂളുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പറയാൻ കഴിയുമോ? അപ്പോൾ കേരളത്തിലാകെ സഞ്ചരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്കറിയാവുന്നൊരു കാര്യം, നിയമസഭ വന്ന് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി എന്തായിരിക്കും ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ കാണുന്ന ജനങ്ങൾ ചിന്തിക്കുക? അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനകത്ത് പറഞ്ഞു പോകുന്ന തരത്തിലേക്കാണ് തമിഴ്നാട്ടിനകത്ത് നടക്കാൻ പോകുന്ന മെട്രോ റെയിൽ. ഇവിടെ കൊച്ചിയിലെ മെട്രോ റെയിൽ വന്നു, തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പോകുമെന്ന് പറഞ്ഞു. കോഴിക്കോടിൻ്റെ കാര്യത്തിൽ നമ്മൾ ആലോചിക്കുകയാണ്. കേരളവും ഈ തമിഴ്നാട്ടിലെ അത്രയും സമ്പന്നമല്ലാത്ത അത്രയും വലിയ ജനസംഖ്യയുള്ള നഗരങ്ങൾ അല്ലെങ്കിൽ പോലും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാര്യത്തിനകത്ത് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ KPA മജീദ് അദ്ദേഹം സംസാരിച്ചപ്പോൾ വളരെ റിയലിസ്റ്റിക്കായി കുറേ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ബഡ്ജറ്റ് സംബന്ധിച്ചല്ല, കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച്. ബഡ്ജറ്റ് സംബന്ധിച്ച് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാകും, പക്ഷേ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കണ്ടേ? കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ചർച്ച ചെയ്തില്ലെങ്കിൽ നാളത്തെ അവസ്ഥ എന്താവും? കേരളത്തിൽ 6 ലക്ഷം പേർ 1ാം ക്ലാസ്സിൽ ചേർന്നുകൊണ്ടിരുന്ന കേരളത്തിൽ ഈ വർഷം 2,98,000 പേരെ ചേരുന്നുള്ളൂ എന്ന കാര്യം ഞാനിവിടെ ഒന്നാമത്തെ ബഡ്ജറ്റ് മുതൽ ഈ കാര്യം പറയുന്നുണ്ട്. അന്ന് വിദേശത്തേക്ക് ആളുകൾ പോകുന്നു, ഇവിടുന്ന് ആളുകൾ നിൽക്കുന്നില്ല എന്നൊക്കെ തമാശ രൂപത്തിൽ ചില പ്രതിപക്ഷ മെമ്പർമാരും ആ സമയത്ത് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. സർ, വളരെ ഗൗരവതരമാണ് കേരളത്തിലെ വീടുകൾ. കേരളം ഒരു ഈ വളരെ സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു സ്റ്റേറ്റായി മാറാൻ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ലോകത്തെ ജനസംഖ്യാ മാറ്റത്തിലുള്ള പ്രത്യേകതകൾ കേരളത്തിനും ബാധകമാണ്. യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും വളരെ വികസിതമായ രാജ്യങ്ങളിലൊക്കെ ജനസംഖ്യ കുറയും. കാരണം എപ്പോഴും എക്കണോമിക് പ്രോഗ്രസ് സാധാരണഗതിയിൽ ഈ ഡെമോഗ്രാഫിക് പ്രോഗ്രസിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യം കണ്ടുകൊണ്ട് കേരളത്തിനകത്ത് ആകെ ഇത് നിർത്താൻ പറ്റില്ല. ചൈനയിലെ കാര്യം അങ്ങ് പറഞ്ഞു. ചൈനയിൽ ഒരൊറ്റ കുട്ടി മാത്രമൊന്നുമില്ല, അവരുടെ ഏറ്റവും വലിയ ജനസംഖ്യയെ നിയന്ത്രിക്കാൻ അവർ ചെയ്തതാണ്. ഇപ്പോൾ അവർ പറയുന്നു അത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പുതിയ ഇൻസെൻറ്റീവ്സും മറ്റും കൊടുക്കുന്നു. കേരളത്തിന് ആ ഒരു സ്ഥിതി വന്നില്ലെങ്കിലും കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഒരു 10, 20, 30 വർഷം കഴിയുമ്പം അന്നത്തെ ആളുകൾ നോക്കുമ്പം കേരള നിയമസഭയിലെ ആളുകൾ ഇത് ഗൗരവത്തോടെ കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന നിലയിലല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തെ ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കുന്നു. അദ്ദേഹം ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞതിന്. കേരളത്തിൻ്റെ ജനസംഖ്യ കുറയുമ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റണം. പുതിയ തലമുറയ്ക്ക്, കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല പുറത്തുനിന്നുള്ളവർക്കും കേരളത്തിലേക്ക് വന്ന്
ഇന്നിപ്പോൾ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ ഒക്കെ വന്നിട്ട് അവിടെ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി, ബോംബെയിലേക്ക് പോയി കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന നിലയിൽ നിൽക്കുന്ന പോലെ കേരളത്തിൻ്റെ ഏത് ഭാഗവും ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി ആവാം. കാരണം കേരളത്തിൽ ലാംഗ്വേജ് വൈസ്, കൾച്ചർ വൈസ്, നമ്മുടെ പൊതുവിൽ സമാധാന അന്തരീക്ഷത്തിൻ്റെ കാര്യത്തിൽ, സെക്യുലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കേരളം ഒരു എല്ലാവർക്കും വരാനും പ്രവർത്തിക്കാനും കഴിയുന്നൊരു സിറ്റിയാണ് എന്ന നിലയിൽ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിൻ്റെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ടൂറിസം, കെയർ എക്കണോമി തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ പ്രയോറിറ്റി കൊടുക്കണമെന്ന് ആദ്യം തൊട്ടേ ബഡ്ജറ്റിനകത്ത് എല്ലാ ബഡ്ജറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിക്കുന്നുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ നോളജ് എക്കോണമി, നോളജ് ബേസ് അതിനെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരണം. അങ്ങനെ നമ്മുടെ പൂർവികർ ശ്രമിച്ചതുകൊണ്ടാണ് സാർ ഈ കേരളം ഇങ്ങനെ മാറിയത്. കേരളത്തെപ്പറ്റി അഭിമാനകരമല്ലാതെ അവമാനകരമായി പറയുന്ന അവസ്ഥയുണ്ടോ? രാഷ്ട്രീയത്തിന് വേണ്ടി പറയാം സാർ. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ മഹാനായ ശ്രീനാരായണ ഗുരുദേവനെ മഹാത്മാഗാന്ധി വന്ന് സന്ദർശിച്ചതിൻ്റെ 100ാം വാർഷികം. അന്നത്തെ കേരളം എന്തായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അന്നത്തെ കേരളവും ഇന്നത്തെ കേരളവും ഒരുപോലാണോ? ലോകത്താകെയുള്ള ആളുകൾ ഈ കേരളത്തിൻ്റെ ജാതി വ്യവസ്ഥയെപ്പറ്റിയും ഇവിടുത്തെ ഒരു പൊതുവായ അവസ്ഥയെപ്പറ്റിയും ഫ്യൂഡൽ സംസ്കാരത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞിടത്തുനിന്ന് കേരളം ഇന്ന് മാറി, കേരളം മാതൃകയായി എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ മോഡൽ അംഗീകരിക്കണമെന്ന് ആളുകൾ പറയുമ്പോൾ കേരള നിയമസഭയെ പറയുകയാണ് കേരളത്തിൽ മൊത്തം ശിശുരോധനം വരികയാണ്, പട്ടിണിക്കാർ, ആശാ വർക്കേഴ്സിന് ശമ്പളം കിട്ടുന്നില്ല, ഇവിടെ രോഗികൾക്ക് മരുന്ന് കിട്ടുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കുക. സാർ, ഈ കേരളത്തിലല്ലാതെ ഇത്ര ആളുകൾക്ക് വീട്, എല്ലാവർക്കും വീടെന്നൊരു കൺസെപ്റ്റ് ലോകത്ത് എവിടെ ഉണ്ട് സാർ? അതിനകത്ത് ഏതാനും ലക്ഷം ആൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കും വീട് കിട്ടുന്ന ലൈഫ് പദ്ധതി അത് പൂർത്തീകരിക്കുക. 5 ലക്ഷം പേരിലേക്ക് വീട് ഇപ്പോൾ പോവുക, വീടെത്തി ഈ വർഷം കൊണ്ട്. സാർ, ചികിത്സയ്ക്ക് 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്ന ചികിത്സാ സമ്പ്രദായം. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് 10, 15, 25 വർഷം മുമ്പ് ആശുപത്രികളിൽ മരുന്നില്ല എന്നുള്ളതിനെ പറ്റിയുള്ള പരാതി അന്നുമുണ്ട്. അന്ന് മരുന്നെന്ന് പറഞ്ഞാൽ പാരാസിറ്റാമോളോ പെൻസിലിനോ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ മരുന്നോ ഇല്ലാത്തായിരുന്നു പരാതിയെങ്കിൽ ഇപ്പോഴും പരാതികളുണ്ട്. എന്താ? സ്റ്റെൻറ്റ് കിട്ടുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റെൻറ്റ് വേണ്ടത്ര ഇല്ല എന്നാണ്. ക്യാൻസറിന് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനുകൾ വേണ്ടത്ര ഇല്ലയെന്ന് ചിലപ്പോൾ വരാം. പക്ഷേ ഇതെല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ലോകത്തെവിടെയും ഉള്ള ഒരു സംവിധാനത്തിനേക്കാളും മാതൃകയായിട്ട് പ്രവർത്തിക്കുക. ഇപ്പം ഇംഗ്ലണ്ട് പോലെ എല്ലാവർക്കും ചികിത്സാ സംവിധാനം കൊടുക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ അവിടെ ഒരു അസുഖം വന്നാൽ അവിടുത്തെ ആരോഗ്യ സിസ്റ്റത്തിനകത്തുകൂടി ഡോക്ടറെ കാണണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കണമെന്ന് ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന ആൾക്കറിയാം, ഈ നാട്ടിൽ ഇത് കാണുന്ന ആൾക്കറിയാം. ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം അതാണോ സാർ? സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനെയൊക്കെ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇവിടെ ശ്രീ KP മജീദ് പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. 6 ലക്ഷം പേരുണ്ടായിരുന്ന സമയത്തെ സ്കൂളും 3 ലക്ഷം ആൾ ചേരുന്ന സമയത്തെ സ്കൂളും അവിടുത്തെ മുഴുവൻ സംവിധാനമൊക്കെ പുനഃപരിശോധിക്കൊക്കെ വേണ്ടി വരും. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഗൗരവതരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയാണ് നിയമസഭ. ആരോഗ്യരംഗവും ഭാവിയും അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്കലായിട്ട് കിട്ടേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട സഭയാണ്. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ഞങ്ങളിവിടെ ഉറക്കമുളച്ച് കിടന്നു, ഇപ്പോൾ ഉറക്കമുളച്ച് കിടക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുകയൊക്കെ വേണമെങ്കിൽ പറയാം. അതൊന്നും ഒരു അടിസ്ഥാനപരമായ കാര്യം എന്ന നിലയിൽ കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ തോതിൽ സഹായിക്കുന്നതല്ല. സാർ, ഇവിടെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി കുറച്ച് ചർച്ചകൾ വന്നല്ലോ. ഞങ്ങളെന്താ കേരളം ഇവിടെ കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവനയെപ്പറ്റി ഞാനിവിടെ പ്രസംഗിച്ചത് മോശപ്പെടുത്തിയിട്ടൊന്നുമല്ല, കോൺഗ്രസ് ആണ് എന്ന നിലയിലുമല്ല. സാർ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രശ്നമുണ്ട്. അതിനകത്ത് തെലങ്കാനയിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഞെട്ടിക്കുന്നൊരു കാര്യമായി തോന്നി. കാരണം അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ നമ്മളെക്കാളും വളരെ മെച്ചമാണെന്ന് നമുക്കറിയാം. കർണാടക അങ്ങനെയാണ് നമ്മളെക്കാളും, തമിഴ്നാട് അങ്ങനെയാണ്. അവരുടെ ആകെയുള്ള IT എക്സ്പോർട്ട് തന്നെ എത്ര വലുതാ? അങ്ങനൊരു സ്റ്റേറ്റിന് അവിടുത്തെ മുഖ്യമന്ത്രി പണമില്ല, സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞ് തെലങ്കാന മുഖ്യമന്ത്രി എന്നുള്ള വാർത്ത വന്നപ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. അല്ലാതെ അതിനൊരു കമ്പയർ ചെയ്ത് കോൺഗ്രസ് ആയതുകൊണ്ട് മോശമെന്നല്ല. സാർ, കടം കയറി സംസ്ഥാനം മുടിഞ്ഞു, ശമ്പളം കിട്ടാതെ ഉദ്യോഗസ്ഥർ, രക്ഷാമാർഗം കാട്ടിലെ തടിയും കഞ്ചാവും. ഹെഡിങ് മനോരമ ഓൺലൈൻ്റെയാണ്, ഹിമാചൽ പ്രദേശിനെ പറ്റിയാണ്, സെപ്റ്റംബർ മാസത്തിൽ വന്ന വാർത്തയാണ്. അവിടുത്തെ സംസ്ഥാനത്ത് ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ ശമ്പളം ആദ്യം മുടങ്ങി, അത് കഴിഞ്ഞിട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാതായി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് 3000 കിലോമീറ്റർ അകലെയുള്ള ഹിമാചൽ പ്രദേശിലെ സ്ഥിതി കോൺഗ്രസ് ഗവൺമെൻറ് വന്നപ്പോൾ ഉള്ള സ്ഥിതിയാണ്. സാർ, അവിടെയും കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, തെലങ്കാനയിലുമാണ്. ഒറ്റ കമ്പാരിസനുള്ളൂ സാർ. ഈ 2 സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, പ്രതിപക്ഷമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് അനുകൂലമായ സമീപനമുള്ള ഗവൺമെൻറ് അല്ല, അതേ ഉള്ളൂ വ്യത്യാസം. കർണാടകത്തിന് നേരെ ഇത് വരും, പഞ്ചാബിന് നേരെയും വരും, കേരളത്തിന് നേരെ വന്നിട്ടുണ്ട്, നമുക്കറിയാം. സാർ, ആ ഒരു സാഹചര്യത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നം വേണ്ടേ? ഇപ്പോൾ പോണ്ടിച്ചേരി വലിയ പ്രശ്നമില്ല സാർ, കാരണം BJP സപ്പോർട്ടുള്ള ഗവൺമെൻറ്റാണ്. നേരത്തെ പോണ്ടിച്ചേരിക്ക് പ്രശ്നമായിരുന്നു, നിങ്ങൾക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്, പ്രതിപക്ഷത്തിനും അറിയാമെന്ന് ഞാൻ കരുതുന്നു.
ഞങ്ങളൊക്കെ ഈ ഫിനാൻസ് മിനിസ്റ്റേഴ്സുമായിട്ടും അവിടുത്തെ മന്ത്രിമാരുമായിട്ടെല്ലാം GST കൗൺസിലിൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുന്നവരാണ്. സർ, ആന്ധ്രയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ തെലുങ്ക് ദേശം അധികാരത്തിൽ വന്നതോടുകൂടി ആന്ധ്രയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചു. ബീഹാറിന് പ്രശ്നം ഉണ്ടായിരുന്നു, പ്രത്യേക പാക്കേജ് അവർക്ക് വന്നു. സാർ, ഈ ഒരു പ്രശ്നം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഫെഡറലിസത്തിനെ പ്രോപ്പറായി ഉപയോഗിക്കാതെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നേരിടുന്നുണ്ട്. ആ കാര്യം കളക്റ്റീവായിട്ട് നമുക്ക് പറയണ്ടേ? നിയമസഭയ്ക്കകത്ത് ഇപ്പോൾ ഈ പറയുന്നതല്ലേ, ഇവിടെ വന്നിട്ട് പറയുന്നത് എന്താ, നമ്മൾ 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തെ കണക്കും ഇപ്പോഴത്തെ കണക്കും പറയുന്നു എന്നാണ്. സാർ, 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തെ കണക്ക് പറയുമ്പോൾ എനിക്കും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഇപ്പുറത്തിരിക്കുന്നവർക്കും അറിയാം, 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് ഡിവിസി പൂളിൻ്റെ തിയറി ഇതല്ലായിരുന്നു, ഫോർമുല ഇതല്ലായിരുന്നു. അന്ന് GST ഉണ്ടായിരുന്നില്ല. ആ കണക്കൊക്കെ അറിയാം. പക്ഷെ ആ സമയത്ത് കിട്ടിയിരുന്ന പെർസെൻറ്റേജ് നമ്മൾ പറയുന്നേ ഉള്ളൂ. എന്നാൽ തൊട്ട് മുമ്പത്തെ കമ്മീഷനുകളുടെ സമയത്തോ 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് 2.5 ആണ്, അതിനു മുമ്പ് 2.9 ഉണ്ട്. അങ്ങനെ ആ പെർസെൻറ്റേജ് ഉണ്ടല്ലോ. ആ പെർസെൻറ്റേജിൽ നിന്നെല്ലാം കുറച്ചു എന്ന് മാത്രമല്ല, നമുക്ക് തുല്യമായി കിട്ടിയിരുന്ന ആസാമിനും ഛത്തീസ്ഗഡിനും ജാർഖണ്ഡിനും ഉൾപ്പെടെ, ആസാമിനും അതുപോലെ മറ്റു ചില ഒറീസ ഉൾപ്പെടെ സ്റ്റേറ്റുകൾക്ക് അവരുടെ പഴയ പെർസെൻറ്റേജ് നിൽക്കുന്നു. നമ്മുടെ നേരെ പകുതിയായി കുറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കിട്ടുന്ന 24,000 കോടിയാണ്. പഴയ പെർസെൻറ്റേജ് ആണെങ്കിൽ 48,000 കോടി കിട്ടിയേനെ. പോട്ടെ, 3% കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു ഇത് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും 15,000 കോടി 12,000 കോടി അധികം കിട്ടുന്നില്ല. സർ, ഇതുപോലെ കാണിക്കുന്ന കാര്യങ്ങളെപ്പറ്റി എടുത്തു പറയണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും നമ്മൾ ഇവിടെ ശമ്പളം മുടങ്ങിയില്ല എന്നുള്ളത് വലിയ അഭിമാനമായിട്ട് പറയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ സംസ്ഥാനങ്ങളുടെ കണക്ക് വരുമ്പോൾ KSRTC ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർ, ഈ സർക്കാർ വന്നതിന് ശേഷമാണ് പെൻഷൻ പൂർണ്ണമായും നമ്മൾ നേരത്തെ കൊടുക്കാൻ തുടങ്ങി. ശമ്പളം ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി ഒരു മാസം 50 കോടി ആകെ കൊടുക്കേണ്ടത് നല്ലൊരു ഭാഗം നമ്മൾ കൊടുക്കുകയാണ്. എല്ലാ മേഖലയിലും അങ്ങനെ കൊടുക്കുന്നതാണ് സാർ. പക്ഷേ ഒരു സംസ്ഥാനത്തിനെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചാൽ നമുക്ക് കളക്റ്റീവായിട്ട് നേരിടാതെ പറ്റുമോ? ഈ പ്രശ്നം മാത്രമേ ഞങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ. സാർ, ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ടാക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കോടതി ഫീസിൻ്റെ മറ്റും കാര്യങ്ങൾ പറഞ്ഞു. കോടതി ഫീസ് ശ്രീ ലത്തീഫ് അദ്ദേഹം പറഞ്ഞ സമയത്താണ് കോടതി ഫീസ് UA ലത്തീഫ് പറഞ്ഞു കോടതി ഫീസ് വളരെ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചു, ദശാബ്ദങ്ങളായിട്ടുള്ളത് കൂട്ടി. ദശാബ്ദങ്ങളായിട്ട് ഒത്തിരി കൂട്ടിയിട്ടില്ല എന്നുള്ളത് കോടതി മേഖലയിൽ നിന്നുള്ളവരുടെ കൂടി അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഇത് ചെയ്തത്. കോടതിക്ക് ആകെ വരുന്ന ചെലവിൻ്റെ ചെറിയ ശതമാനം പോലും ഫീസിൽ നിന്ന് കിട്ടാനും പോകുന്നില്ല. പക്ഷേ 2 രൂപയുടെ സ്റ്റാമ്പ് ഇപ്പോഴും ഒട്ടിക്കാൻ പറ്റുമോ സാർ? 2 രൂപ സ്റ്റാമ്പ്, 1 രൂപ സ്റ്റാമ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഏതാ ഇല്ല, ചിലതിനകത്ത് ഇത് ഞാൻ പറഞ്ഞ ഈ ഫീസിനകത്തെ കാര്യങ്ങളില്ല, സ്റ്റാമ്പുകളുടെ കാര്യമാണ്. പല ഫീസും കമ്പാരിറ്റീവ്ലി അവർ കൂട്ടിയിട്ടുണ്ട്. ഒരു ജുഡീഷ്യൽ ഓഫീസേഴ്സ് അടങ്ങുന്ന റിട്ടയർഡ് ചീഫ് ഹൈക്കോടതി ജഡ്ജിയും നമ്മുടെ ലോ സെക്രട്ടറിയും അഭിഭാഷകരുടെ പ്രതിനിധിയും ഫിനാൻസ് സെക്രട്ടറി എല്ലാവരോടും കമ്മിറ്റിയാണ് ചെയ്തത്. അല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയില്ല. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെച്ചത്. ആ പണം ആകെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് വേണ്ടതിൻ്റെ 10-1 പോലും ഈ ജുഡീഷ്യറിയിൽ നിന്ന് വരുന്നത് വരത്തില്ല. അങ്ങനൊരു കാര്യം അല്ലാതെ ഞാൻ 3 ബില്ലൂടെ ഉള്ളത് കൊണ്ട് സമയത്ത് നിർത്തിയിട്ട് പിന്നെ ചോദിക്കുകയാണെങ്കിൽ പറയാം. കാരണം എന്നോട് സ്പീക്കർ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇനി 3 ബില്ലൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈൽഡ് ചെയ്യാം, കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. സ്പീക്കർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. സാർ, അതാണ് ജുഡീഷ്യറിയുടെ കാര്യത്തിൽ അത് വലിയ തുക വരുന്ന കാര്യമല്ല സാർ. സാർ, ഇവിടെ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഒരു പരിഹാരത്തിന് എന്ന നിലയിലേക്ക് ഈ ബില്ലിലെ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടൊരു പരിഹാരം 300 കോടി രൂപയുടെ ഒരു വരുമാനം കിട്ടിയിട്ടൊന്നും ഉണ്ടാവുന്നതല്ല സാർ. നമ്മൾ ഈ സാഹചര്യത്തിൽ വളരെ മോശപ്പെട്ടൊരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആ പിടിച്ചു നിൽക്കുമ്പോഴും 2 രാഷ്ട്രീയ കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞത്, 2 സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് രാഷ്ട്രീയമായ ആ സംസ്ഥാനങ്ങളുടെ നേരെയുള്ള ശ്വാസം മുട്ടിക്കലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പൊതുവെ ഈ കാര്യങ്ങളിനകത്ത് നമ്മുടെ കഴിഞ്ഞ 16ാം ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിലെല്ലാം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളായിട്ട് എല്ലാം സംസാരിച്ച് ആ നിലപാടൊന്നും എടുത്തില്ല എന്ന് പറയുന്നില്ല. പക്ഷേ സാർ, ഈ സഭയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തായാലും അതിന് ഇമ്പാക്റ്റ് ഉണ്ട് സാർ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നതും മുഖ്യമന്ത്രി പറയുന്നതും മന്ത്രിമാർ പറയുന്നതും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പറയുന്നതും എല്ലാം ഇന്ത്യയിലെ ദേശീയ പത്രങ്ങളിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ വസ്തുതാപരമായ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ പല കാര്യങ്ങളിലും യോജിച്ച സമീപനം ഇല്ലയെന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് സാർ. സാർ, ഈ ബജറ്റിനകത്ത് നമ്മളൊരു സേഫ് ലാൻഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എന്തോ തെറ്റായ കാര്യം പറഞ്ഞു എന്നാണ്. സേഫ് ലാൻഡിങ് എന്നല്ല ഞാൻ പറഞ്ഞൊരു ടേക്ക് ഓഫിനൊക്കെ വരികയാണ്. ഇന്നലെ പറഞ്ഞത് നമ്മുടെ സുനിത വില്യംസ് അവിടെ സേഫായിട്ട് തിരിച്ചെത്തുന്ന കാര്യമാണ്. കാരണം സാർ, 7-8 മാസക്കാലം 9 മാസക്കാലം ഒരു കണക്ഷനും ഇല്ലാതെ സാധാരണ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. ഒരു ലിഫ്റ്റിനകത്തൊന്ന് കുടുങ്ങിപ്പോയാൽ പേടിച്ചു പോകുന്ന നമ്മളെല്ലാം
അവിടെയാണ് നാട്ടിൽ നിന്നൊരു കണക്ഷനും ഇല്ലാതെ 9 മാസക്കാലം അവിടെ നിൽക്കേണ്ടി വന്നു, വാഹനം ചെല്ലുന്നില്ല, അങ്ങനെ നിൽക്കുന്ന ഈ ബഹിരാകാശത്തെ നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം. അവിടെ നിന്ന് അതിനെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇതേപോലെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കലിനെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകും. നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്ന ഞാൻ പറഞ്ഞു, അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞതാണ്. എന്തായാലും ആ സംഭവം അങ്ങനെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അത് അഭിമാനകരമാണ്. നമുക്കെല്ലാം വളരെ സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ കാര്യം പറഞ്ഞു. സാർ, ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ടേക്ക് ഓഫിൻ്റെ ഘട്ടത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ ആകെ അങ്ങേ അറ്റം ചെയ്യുന്നു എന്നല്ല. നമ്മൾ റൺവേയിൽ കൂടെ ഓടുകയാണ്, അല്പം മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വരും, നേരത്തെ ഉള്ളതുപോലല്ല. സാർ, ഇവിടെ ഓരോരുത്തരും വ്യക്തിപരമായി തന്നെ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്, രണ്ട് സൈഡിലിരിക്കുന്നവരും. സാർ, കേരളത്തിന് 1,59,000 1,60,000 കോടി മാത്രമേ ചിലവാക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ചെറുതല്ല സാർ. അതിന് തൊട്ടുമുമ്പത്തെ ഗവൺമെൻറ് 1,15,000 കോടി വലിയ തോതിൽ ചിലവാക്കാൻ പറ്റിയൊരു ഗവൺമെൻറ്റാണ്. കോവിഡ് സമയത്ത് എല്ലാം ചെയ്തതാണ്. ആ ഗവൺമെൻറ്റിൻ്റെ സമയത്തേക്കാളും ചിലവ് വർദ്ധിക്കും, അതിനു മുമ്പത്തെ ഗവൺമെൻറ്റിനേക്കാളും ചിലവ് അവർക്ക് വർദ്ധിക്കും. ഇവിടെ വന്നപ്പോൾ നമുക്ക് 1,60,000 കോടിക്ക് അപ്പുറം പോകാനേ കഴിഞ്ഞില്ല, ഈ വരുമാനം വർദ്ധിപ്പിച്ചെങ്കിലും. സാർ, 16-17% വാർഷിക വരുമാനം വർദ്ധിപ്പിച്ചു സാർ, പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നൊരു ഘട്ടത്തിൽ ഈ വർഷം നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറഞ്ഞത്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സാർ. കാരണം നമ്മുടെ തനത് വരുമാനത്തിൽ 4 വർഷം കൊണ്ടുണ്ടായ വർധനവ് പലതവണ പറഞ്ഞതാണെങ്കിൽ പോലും ഈ സഭയിൽ അതെല്ലാം ഉണ്ടെങ്കിലും വീണ്ടും വിമർശനം വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, 47,660 കോടിയായിരുന്നു സാർ 2021-22 നമ്മുടെ തനത് നികുതി. സാർ, അത് 81,000 കോടി ഈ വർഷമാകും എന്നാണ് കണക്ക്. അടുത്ത വർഷം സാർ അത് 91,515 കോടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തനത് നികുതി വരുമാനം. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരട്ടിയോളം വരുന്നു സാർ. സാർ, തനത് നികുതിയും നികുതിയേതര വരുമാനം കൂടി ടാക്സും നോൺ ടാക്സ് കൂടി ചേരുമ്പോൾ 54,958 കോടിയായിരുന്നു 2021-22 സാർ. അത് 2021 സാർ. അത് 2024-25 ആയപ്പോൾ 1,03,240 കോടിയായിട്ട് ഈ വർഷം വർദ്ധിച്ചിട്ടുണ്ട്. അത് അടുത്ത വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1,10,660 കോടിയായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതിയേതര വരുമാനം 5 വർഷം കൊണ്ട് 54,000 കോടിയിൽ നിന്നും 1,10,000 കോടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റെക്കോർഡ് വളർച്ചയാണ് സാർ. അത് അംഗീകരിക്കണം, നമ്മളെല്ലാം കൂടി ഉണ്ടാക്കിയത്. അത് അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവേണ്ടതാണ്. നേരെ ഇരട്ടിയായിട്ട് നമ്മുടെ നികുതിയേതര വരുമാനവും കൂടി വർദ്ധിക്കാൻ പറ്റും സാർ. സാർ, റവന്യൂ കമ്മിയുടെ കാര്യത്തിനകത്ത് സംസ്ഥാനത്തിന് 21-22 2.25 ആയിരുന്നു സാർ. അത് 23-24 1.58 കുറഞ്ഞു. ധനക്കമ്മി ഈ കാലയളവിൽ 4.04% നിന്നും 2.9% കുറഞ്ഞു സാർ. കടം GSDP അനുപാതം, ഡെറ്റ് GSDP റേഷ്യോ ഇവിടെ വലിയ തോതിൽ നമ്മുടെ വർദ്ധിച്ചു എന്നാണ്. അങ്ങനല്ല, കേന്ദ്ര FRBM ആക്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടുള്ളതിനടുത്ത് തന്നെ നമുക്ക് നമ്മുടെ പൊതുവായ കടം നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് സാർ. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഓരോ വർഷവും കുറയുമ്പോഴാണ് സാർ. ഞാൻ അതിൻ്റെ ഒരു കണക്ക് ഒന്ന് ശ്രദ്ധപ്പെടുത്തണം സാർ. 2016-17 റവന്യൂ വരുമാനമായിരുന്ന 75,612 കോടിയിൽ 23,735 കോടി രൂപ കേന്ദ്ര വിഹിതമായിരുന്നു സാർ, 32%. 2020-21 42,629 കോടി ആയിട്ടത് വർദ്ധിച്ചു, അതായത് 44% വർദ്ധിച്ചു. കോവിഡ് സമയത്താണ് സാർ. 21-22 47,837 കോടിയായി 41% കുറഞ്ഞു. ആകെയുള്ള വരുമാനത്തിന് 41%. 2022-23 അത് 48,230 കോടി രൂപയായി 36% സാർ. എന്നാൽ 2023-24 33,811 കോടിയായിട്ട് അത് ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ 27% ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 27% കുറഞ്ഞു സാർ. 24-25 ഈ വർഷം 33,397 കോടി രൂപയാണ് റവന്യൂ വരുമാനത്തിൻ്റെ 25% മാത്രമാണ് സാർ നമുക്ക് കിട്ടുന്നത്. സാർ, ഇവിടെ നേരത്തെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും അവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ 50% കിട്ടുമ്പോഴാണ് നമുക്ക് 25% കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും തുക കൂടി ഇന്ത്യൻ ശരാശരി കിട്ടേണ്ടതാണ്. അങ്ങനെ ആ പണം നമുക്ക് എലിജിബിളായത് കിട്ടിയാൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മളെക്കാളും കൂടുതൽ ശതമാനം തെലങ്കാനയ്ക്കും ഹിമാചൽ പ്രദേശിനും കിട്ടുന്നുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം, കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ പരിശോധിക്കണം. നമ്മളെക്കാളും കൂടുതൽ പെർസെൻറ്റേജ് തെലങ്കാനയ്ക്കും ഹിമാചൽ പ്രദേശിന് കിട്ടുന്നുണ്ട്. എങ്കിലും അവർ ആ പ്രശ്നം നേരിടുകയാണ്. നമുക്ക് ഇത്രയും കുറഞ്ഞിട്ടും നമ്മൾ ഈ പ്രതിസന്ധിയെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നു സാർ. സാർ, ഈ തരത്തിൽ ഇങ്ങനെയുള്ള വലിയ കുറവ് 20% കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് നമുക്ക് കുറഞ്ഞു സാർ. ഇതുപോലെ പൊതുവിപണിയിൽ നിന്ന് കടമെടുപ്പിലൂടെ 21-22 30,698 കോടി രൂപ ബജറ്റ് വകയിരുത്തി. പക്ഷേ ലഭിച്ചത് 18,120 കോടി രൂപ സാർ. അത് മാത്രം കിട്ടിയത്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളിലെ അസ്വാഭാവികത മുന്നിൽ കണ്ട് 22-23 ബജറ്റിൽ കടമെടുപ്പിലൂടെ ലഭിക്കാവുന്ന തുകയുടെ അടങ്കൽ നമ്മൾ കുറച്ചു. 23,914 കോടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അവിടെ 15,620 കോടിയേ കിട്ടിയുള്ളൂ.
സാർ 23-24 നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞ കടമെടുക്കാനേ അവർ സമ്മതിച്ചിട്ടുണ്ട് സാർ ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മുടെ ബഡ്ജറ്റിൻ്റെ ചെലവ് അഭിമാനത്തോടു കൂടി പറയട്ടെ, അടുത്ത വർഷം ഇപ്പോൾ അവതരിപ്പിച്ചിരുന്ന ബഡ്ജറ്റ് അടുത്ത വർഷം അവസാനമാകുമ്പോൾ 2 ലക്ഷം കോടിയിലധികം അധികരിച്ച് ചെലവാക്കാൻ പറ്റും. വരുമാനവും ചെലവും അങ്ങനെ വന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചൊരു ഹിസ്റ്റോറിക് മാർക്കാണ് സാർ. ആ ഹിസ്റ്ററി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന നിലയിൽ തന്നെയാണ് സാർ നമ്മൾ പോകുന്നത്. സാർ, മുൻ സർക്കാരിൻ്റെ 5 വർഷക്കാലത്തേക്കാളും ഈ പ്രതിസന്ധി കാലത്തും 40% നമുക്ക് ചെലവും വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു സാർ. ഇപ്പോൾ എല്ലാ മേഖലയിലും ഈ ക്ഷേമത്തിൻ്റെതായ അംശങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പെൻഷൻ, നേരത്തെ പറഞ്ഞ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു. ക്ഷേമ പെൻഷൻ 3 മാസം കൂടി കൊടുക്കാനുണ്ട്. അത് കൃത്യമായി കൊടുക്കുന്നതിൻ്റെ പദ്ധതി തയ്യാറാക്കി. ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, പണമൊന്നും ചിലവാകുന്നില്ല എന്നുള്ള കാര്യം. എല്ലാത്തിനും പണം ആവശ്യത്തിന് ചിലവാക്കാൻ പറ്റും. ചില പ്രയോറിറ്റൈസേഷൻ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. എങ്കിലും സംസ്ഥാന പദ്ധതിയിൽ സാർ ഈ വർഷം ഇതുവരെ 73% ചിലവായിട്ടുണ്ട്. ബാക്കി കൂടി വരുമ്പോൾ ഈ മാർച്ച് മാസമാണ് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നല്ലതുപോലെ സ്ഥിതി നമുക്ക് ഇനിയും കൂടുതൽ ചിലവാക്കാൻ പറ്റും സാർ. പദ്ധതിയിൽ 21,838 കോടിയിൽ 15,945 കോടി ഇതുവരെ ചിലവായി കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ പദ്ധതിയിലാണ്, പ്ലാൻ മാത്രം. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ഇപ്പോൾ തന്നെ 94.5% ട്രഷറി ചിലവാക്കി കഴിഞ്ഞു. അത് പിന്നെ പ്ലാൻ സ്പേസിൽ നിന്ന് അതിൻ്റെ കണക്കെടുത്താൽ പറ്റും. ട്രഷറി എന്നുള്ള സ്പെൻഡിംഗ് ആണ് പറയുന്നത്. അതിനകത്ത് ട്രഷറി എന്നുള്ള സ്പെൻഡിങ് ആ ഹെഡിലേക്ക് അവർക്ക് വേണ്ടി പോകുന്ന പണമാണ്. വാർഷിക പദ്ധതി മാത്രമല്ല, ആ വകുപ്പിലേക്ക് പോകുന്നത്. സാർ, സംസ്ഥാന പദ്ധതി ചെലവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അത്ര ചെലവ് വന്നിട്ടില്ല. 8,516 കോടിയിൽ 3,317 കോടിയാണ് ചിലവാക്കാൻ പറ്റിയിട്ടുള്ളത്. അത് പറ്റുന്നതുകൊണ്ടല്ല, നമ്മൾ വെക്കുന്ന പണം അതനുസരിച്ച് കേന്ദ്രത്തിന് കിട്ടാത്തതുകൊണ്ട് നമ്മളത് പ്രൊജക്ഷൻ ഇച്ചിരി കൂട്ടി അവർ തരേണ്ടതെന്ന് പ്രതീക്ഷിച്ച് വെക്കും. എന്നാൽ അതിനകത്ത് വേണ്ടത്ര പണം തരാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നതനുസരിച്ച് ആ പണം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട് സാർ. ഇവിടെ പൊതുവിൽ ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പറഞ്ഞ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം വളരെ സന്തോഷത്തോടുകൂടി റോജി എന്തോ ചോദ്യം റെഡിയാണോ? സാർ, വളരെ സംസ്ഥാനത്തൊട്ടാകെ കേട്ടില്ല. ഇല്ലില്ല, ഞാനൊരു ചോദ്യമാണ് സാർ. സംസ്ഥാനത്തൊട്ടാകെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാർ ഈ മുദ്രപത്രങ്ങളുടെ ലഭ്യതക്കുറവ്. പ്രത്യേകിച്ച് 50 രൂപ, 100 രൂപ, 200 രൂപയുടെ മുദ്രപത്രങ്ങൾ കേരളത്തിൽ എവിടെയും കിട്ടാനില്ല. ഇപ്പോൾ സാധാരണക്കാരന് ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിനോ ഒക്കെ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ മുദ്രപത്രങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒടുവിൽ 100 രൂപയുടെയും 200 രൂപയുടെയൊക്കെ പത്രം കിട്ടാതായി കഴിയുമ്പോൾ ഗത്യന്തരമില്ലാതെ ആളുകൾ പോയി 500 രൂപയുടെയും 1000 രൂപയുടെയും ഒക്കെ പത്രങ്ങൾ മേടിക്കാൻ നിർബന്ധിതമാവുകയാണ്. ഇതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണക്കാരൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇക്കാര്യത്തിൽ അങ്ങ് നേരിട്ട് ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണാനായിട്ട് പരിശ്രമിക്കണം. രജിസ്ട്രേഷൻ പറയണം. ഞാൻ പറഞ്ഞാൽ പോരെ, ഇത് ഞാൻ പറയാം. മുദ്രപത്രത്തിൻ്റെ കാര്യം നമ്മൾ ട്രഷറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സാർ, രജിസ്ട്രേഷൻ്റെ അല്ല സാർ. ഈ മുദ്രപത്രം നമ്മൾ ഈ പേപ്പർ, ഈ സ്റ്റാമ്പ് സംവിധാനം വന്നപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെണ്ടർമാരുടെ ഒരു ആവശ്യമനുസരിച്ച് 1 ലക്ഷം രൂപ വരെ അവരെല്ലാം ചർച്ച ചെയ്തിട്ട് 1 ലക്ഷം രൂപ വരെയുള്ള സ്റ്റാമ്പ് അവർ വഴി തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം ഓൺലൈനാണ്. ഈ ചെറിയ ഡിനോമിനേഷൻ്റെ പ്രശ്നം ഇടയ്ക്ക് വന്നിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി 1-2 തവണ ചർച്ച നടത്തിയിട്ടുണ്ട്. കുറേയേറെ സ്ഥലത്ത് അത് പരിഹരിച്ചെന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രിൻറ്റിങ്ങും തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായിട്ട് ഇടപെടുകയും അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്യും സാർ. ഇത് സംബന്ധിച്ച് ഈ പൊതുവിൽ നമ്മുടെ ഈ ബഡ്ജറ്റും നമ്മുടെ ചെലവുകളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നല്ലതുപോലെ, അത് ഇടതുപക്ഷ ഗവൺമെൻറ്റോ വലതുപക്ഷ ഗവൺമെൻറ്റോ ആയിക്കോട്ടെ, ആരായാലും അത്തരം കാര്യങ്ങൾ കൃത്യമായി പറയണം സാർ. ഇവിടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞു. ഞങ്ങളിവിടെ CPM-ൻ്റെ AK സെൻറ്ററിൻ്റെ ഓഫീസ് കെട്ടുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങിയത്. സാധാരണ അത്തരം കാര്യങ്ങൾ ഈ ബഡ്ജറ്റ് ചർച്ചയിൽ ഞാനും പറയാറില്ലാത്ത സാർ. AK സെൻറ്ററിൽ നല്ല പുതിയ ഓഫീസ് ഞങ്ങൾ കെട്ടുന്നു, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെട്ടുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതുമായി ക്ലബ് ചെയ്ത് പറഞ്ഞ എന്തിൻ്റെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും AK സെൻറ്റർ മാത്രമല്ല, ഇപ്പം ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടത്തി സാർ. ഞങ്ങളുടെ 53,000 പാർട്ടി മെമ്പർമാരുടെ വീടുകളിൽ 3 മാസം മുമ്പ് ഹുണ്ടിക കൊടുത്ത് ആ ഹുണ്ടികയ്ക്കകത്ത് കളക്ട് ചെയ്ത പണമാണ് ആ സമ്മേളനത്തിൻ്റെ മേജർ ചെലവ് വഹിക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തത് സാർ. ഞാൻ കൊല്ലത്തെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സാർ അതിനു മുമ്പ്. സാർ, കൊല്ലത്ത് ഞങ്ങൾ പാലിയേറ്റീവിന് വേണ്ടി അവിടുത്തെ ഒരു വലിയ സംവിധാനം 7.5 ഏക്കർ സ്ഥലം ഞങ്ങൾ പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾ, പാർട്ടിക്കകത്ത് ഞങ്ങൾ സാധാരണ തരുന്നത്, ഞാൻ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് തന്നെ ആ പണം പാർട്ടി മെമ്പർമാരുൾപ്പെടെ പണം എടുക്കുന്നത് സാർ. 4 കോടിയിലധികം രൂപ മുടക്കി അവിടെ ഞങ്ങൾ ആ സ്ഥലം മേടിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല സാർ, എല്ലാ സ്ഥലത്തും ഇത്തരം മാതൃകകളുണ്ട് സാർ. ഇവിടെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വെച്ചിരിക്കുന്നതും
പുറത്തുനിന്ന് അങ്ങനെ വലിയ വ്യാപകമായ പിരിവല്ല. കാരണം ആ സംസ്ഥാന പുറത്തുനിന്ന് പിരിക്കുകയും ചെയ്യും. കാരണം ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ അടുത്തുനിന്ന് പോയി കളക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയുന്നു എന്നുള്ളതും വിഴിഞ്ഞ തുറമുഖമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു. എന്തായാലും നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസൊക്കെ കെട്ടാനായിട്ട് വെച്ചിരുന്ന പരിപാടി ഇങ്ങനെ ആലോചിച്ചിരുന്നതാണോ? ഞങ്ങളതിൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ അതുമായി കെട്ടുന്ന കാര്യം അവിടെ വിൻസെന്റിനെ പോലെ ഒരാൾ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. അങ്ങനെ സാർ, കൊല്ലം സമ്മേളനത്തിൽ PRD വകുപ്പിൽ നിന്നും 2 കോടി രൂപ കൊടുത്തതിൻ്റെ ഗവൺമെൻറ് ഓർഡർ എൻ്റെ കയ്യിലുണ്ട്, അവിടെ എക്സിബിഷൻ നടത്തുന്നതിന് വേണ്ടി. സാർ, ദയവായിട്ട് അത് അങ്ങ് പറയാതിരിക്കുന്നത് നല്ലത്. ഞങ്ങൾ പറയാതിരുന്നതാണ്. 2 കോടി രൂപ അങ്ങയുടെ വകുപ്പിൽ നിന്ന് തന്നെ ഇറക്കിയിട്ടുള്ള ഉത്തരവ് പാർട്ടി സമ്മേളനത്തിന്. സാർ, അത് ശരിയാണോ? ഇവിടെ അതാണ് കമ്പാരിസൺ വരാൻ കാരണം. അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് ദയവായിട്ട് അങ്ങേക്ക് ഇവിടെ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ഓർഡർ തരും. നിങ്ങൾ പാർട്ടി ഓഫീസ് കെട്ടതിനെ ആക്ഷേപിച്ചല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പാർട്ടി ഓഫീസ് കെട്ടിയാൽ നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. പക്ഷേ സംസ്ഥാനത്തെ പദ്ധതികൾ, വികസന പദ്ധതികൾ അനിശ്ചിതമായി വൈകുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ ഓഫീസ് കെട്ടിത്തീർക്കാൻ, ആ ഓഫീസ് വളരെ വേഗത്തിൽ കെട്ടിത്തീർക്കുന്ന അതേ ശുഷ്കാന്തി ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കൂടി കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഉദ്ദേശിച്ചത്. ഏതായാലും ഓഫീസ് കെട്ടുന്നതിനകത്തുള്ള വിഷമോ അസൂയൊന്നും അല്ല. ഏതായാലും ഓഫീസ് കെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഓഫീസായി കമ്പയർ ചെയ്തിട്ടുണ്ട്. സർ, ഇവിടെ കൊല്ലത്തെ സമ്മേളനത്തിന് ഹുണ്ടിയെ വെച്ച് കളക്ട് ചെയ്യുന്നതും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതുമായിട്ട് ബന്ധമില്ല. PRD ഓരോ ജില്ലയിലും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെയും ചെയ്തിട്ടുണ്ടാവും പ്രചരണം. PRDയുടെ പ്രചരണം അല്ലാതെ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടൊന്നും PRDയുടെ പ്രവർത്തനം ഞങ്ങൾക്ക് ആവശ്യമില്ല, അതിൻ്റെ കാര്യമില്ല. ആ പ്രദർശനവും പ്രകടനം ഇനി ഉണ്ടാവും. സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലയിലും ഉണ്ടാവില്ലേ? ആ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഏത് സമയത്തും PRD അത് ചെയ്യുന്നതാണ്. അല്ലാതെ ആളുകളുടെ വീടുകളിൽ ഞങ്ങൾ ഹുണ്ടിയെ വെച്ച് കളക്ട് ചെയ്ത കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ വേറെ കാര്യമൊന്നും പറഞ്ഞില്ല മോശപ്പെടുത്താൻ. അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രധാന ഇഷ്യൂ ഒന്നും മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പലപ്പോഴും ഇതിനകത്ത് വ്യക്തിപരമായ നേതാക്കന്മാരെയൊക്കെ അവമാനിക്കുന്ന തരത്തിലേക്ക് ഇവിടെ പിന്നെ എൽദോസ് സംസാരിച്ച കാര്യത്തിലൊന്നും അദ്ദേഹം തരത്തിൽ പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവൊന്നും ഇല്ലായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം ചില കമ്പാരിസനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ സഭയുടെ ഒരു അന്തരീക്ഷത്തെ മോശമാക്കേണ്ട കാര്യമില്ല. ഏതായാലും അദ്ദേഹത്തിന് ഇങ്ങനെ ന്യായത്തിന് വേണ്ടി പ്രസംഗിക്കാൻ യോഗ്യതയുള്ള ഒരാളാണെന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നും തർക്കിക്കാൻ നിൽക്കുന്നില്ല. വലുദോഷം. പക്ഷേ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പാട്ട് പാടുന്നത് എന്താണ്, നിങ്ങളുടെ പാട്ട് എന്താണ്, ഈ സ്വയം ഇങ്ങനെ പറഞ്ഞിട്ട് മോശമാവേണ്ട കാര്യമില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും അങ്ങനത്തെ ഒരു ചർച്ചയല്ല ഇതുപോലൊരു സഭയിൽ, ഇതുപോലൊരു കാര്യത്തിൽ, ഇതുപോലൊരു വിഷയത്തിൽ വേണ്ടത് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തായാലും നമുക്ക് നമ്മുടെ കേരളമാണ് സാർ. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കേരളത്തിൽ ഒരേപോലെ ഇത്തരം കാര്യങ്ങളിൽ പങ്കുവഹിക്കുന്ന ആളുകളാണ്. ഫിനാൻസ് ബില്ലാണ് ചെയ്യുന്നത്. സാർ, അങ്ങ് പെർഫോമൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസാണ്, ഭയങ്കര ടേക്ക് ഓഫ് ആണെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് മാർച്ച് 23-ാം തീയതി അല്ലേ? മാർച്ച് 19-ാം തീയതിയാണ്. ഇന്ന് മാർച്ച് 19-ാം തീയതിയാണ്. ഇനി 11 ദിവസം 12 ദിവസമാണ് മാർച്ച് 31-നുള്ളത്. സാർ, ഇന്നത്തെ പ്ലാൻ എക്സ്പെൻഡിച്ചർ എത്രയാണ്? എത്ര പെർസെൻറ്റേജാണ്? 54.22% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇന്ന്, ആസ് ഓൺ ടുഡേ. പിന്നെ എന്ത് പെർഫോമൻസ് എന്നാണ് അങ്ങ് അവകാശപ്പെടുന്നത്? പ്ലാനിൻ്റെ 54% ഈ സാമ്പത്തിക വർഷം തീരാനുള്ള ഈ 12-11 ദിവസം മുമ്പുള്ള സ്ഥിതി. അങ്ങേക്ക് അവകാശപ്പെടാൻ കഴിയുമോ? സാർ, പ്ലാനിൻ്റെ എക്സ്പെൻഡിച്ചർ ട്രഷറി എന്നുള്ള കണക്കെടുക്കുമ്പോൾ അതിനകത്ത് ഫൈനൽ അക്കൗണ്ട് വരുമ്പോൾ നമുക്ക് ഈ വർഷം അവസാനം കഴിഞ്ഞ് സെറ്റിൽ ചെയ്യാം. ട്രഷറി എന്നുള്ള എക്സ്പെൻഡിച്ചർ പാർട്ടാണ് ഞാൻ പറയുന്നത്. 73.01% ആണ് സാർ. ട്രഷറിയിൽ നിന്ന് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള മണിയുടെ കാര്യമാണ് സാർ. ഈ എക്സ്പെൻഡിച്ചർ LSG വരുമ്പോൾ അതിനകത്ത് 94.48% ആണ് ട്രഷറി എന്നുള്ള ഔട്ട് ഗോയിങ്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഈ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് അക്കൗണ്ടിങ്, അതിനകത്ത് പല അക്കൗണ്ടിങ് കാര്യങ്ങൾ വരും. എന്തായാലും സാധാരണഗതിയിൽ ഈ സമയത്ത് തന്നെയാണ് പണം കൂടുതൽ വരുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എല്ലാ ദിവസവും പരിദേവനവും ബുദ്ധിമുട്ടും പറയേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടാനുള്ള പണം, കിട്ടാനുള്ളതിൻ്റെ തന്നെ ഒരു സെറ്റ് ഇന്നലെയാണ് നമുക്ക് ബോറോയിങ് കിട്ടിയത്. പല ബില്ലുകളും കൊടുത്തിട്ടിപ്പോൾ 352 കോടിയാണ് നമ്മൾ നെല്ലിൻ്റെ അനുവദിച്ചത്. 300 കോടിയാണ് നമ്മൾ കാരുണ്യക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തും മാറ്റിവെച്ചിരിക്കുന്ന ആ പണം
ട്രഷറിയിൽ നിന്ന് പോകണമെങ്കിൽ ഇന്നലെ 5000 കോടി, കണക്കൊക്കെ രഹസ്യമല്ലല്ലോ, ഇന്നലെയാണ് 5000 കോടി നമുക്ക് ബോറോയിങ് കിട്ടിയത്, കഴിഞ്ഞ ദിവസമാണ് സാങ്ഷൻ കിട്ടിയത്, ഇനിയും കിട്ടാനുണ്ട്. ഇതൊന്നും പ്രത്യേക ഔദാര്യമല്ല. നമുക്ക് ആസ് പെർ FRBM റോൾ നിയമം അനുസരിച്ച് നമുക്ക് അംഗീകരിച്ച കാര്യത്തിന് പോലും ഇനിയും കിട്ടാനുണ്ട്. ആ പണം കിട്ടുമ്പോഴത്തേക്ക് ഈ സ്പെൻഡിങ് എല്ലാം അതിനേക്കാളും കൂടുതലും ഇപ്പം ആക്ച്വലി ചെലവായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സമയം LSDDയിൽ ഏതാണ്ട് 50,131 ബില്ലുകൾ പെൻഡിംഗ് ആണ്. അതിൽ മെയിൻ്റനൻസിൻ്റെ അടക്കം ഏതാണ്ട് 1012 കോടി രൂപയുടെ. സാർ ഇത് 50,000, ഇത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയുള്ളതാണ്. 50,131 ബില്ലുകൾ ഇനി 7-8 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ പെൻഡിംഗ് ആണ്. ഇത് വളരെ ഗുരുതരമായ ഇഷ്യൂ ആണ്. അതുമാത്രമല്ല, അങ്ങ് ഇപ്പോൾ ഒന്ന് പറയുക, ശരി, ഈ ഒടുവിൽ അങ്ങ് പ്രതീക്ഷിക്കുന്ന എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും ഇപ്പോൾ സൂചിക്കാമോ? ആക്ച്വൽ വേണ്ട, പ്രതീക്ഷിത എക്സ്പെൻഡിച്ചർ എത്രയാകും? സാർ, 50,000 ബില്ലെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സംബന്ധിച്ചൊരു വലിയ നമ്പർ അല്ല. അത് ഈ ദിവസങ്ങളിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അത് സ്പെൻഡ് ചെയ്ത് പോവും. കാരണം വേറെ ബാനുമില്ല അവിടെ. ഞാനീ പറഞ്ഞ പണം അതിനകത്ത് LSDDയുടെ പണം, നമ്മുടെ ക്യാരി ഓവർ ഉൾപ്പെടെ എല്ലാം കൂടി വരുമ്പോൾ അത് 100% മേളിൽ പോകും. എത്രയാണെന്നുള്ള കണക്ക് അതുമായി പറഞ്ഞത്. കണക്കിപ്പോൾ ട്രഷറിയിൽ നിന്നുള്ള ഔട്ട് ഗോയിങ് ഇപ്പോൾ തന്നെ 94% ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്തായാലും ബാക്കി പണം കൂടി വരും സാർ. അതിനകത്ത് ഇപ്രാവശ്യം കുറവ് വരില്ല. മെയിൻ്റനൻസ് ഗ്രാൻറ്റിൻ്റെ ബാക്കി, ഇന്നലെ ഇവിടെ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, ഒരു ഗഡു ഒഴിച്ച് സാധാരണ മന്ത്ലി കൊടുക്കുന്നതിനകത്ത് ഒരു ഗഡു ഒഴിച്ചിട്ടാണ് അവരുടെ ജനറൽ പർപ്പസ് ഫണ്ട് കൊടുക്കാനുള്ളത്. അതിപ്പോൾ ഈ മാസം കൊടുക്കും. ബാക്കി 11 കൊടുത്തു. മെയിൻ്റനൻസ് ഗ്രാൻറ്റും ഡെവലപ്മെൻറ്റ് ഫണ്ടും എല്ലാം കൊടുത്തു കഴിഞ്ഞു സാർ. അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം ഇത് കണക്കിനകത്ത് വരുന്നതാണല്ലോ. ട്രഷറിയിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുള്ള ഔട്ട്ഫ്ലോ ആണ് ഞാൻ പറഞ്ഞ 94%. ബാക്കി വരുമ്പോൾ സാധാരണഗതിയിൽ ഈ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണം വരുന്നത്. ഇപ്പോൾ കിടക്കുന്ന ബില്ലുകളെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓരോ ബില്ലിൻ്റെ സ്ഥിതി അറിഞ്ഞൂടാ, അതിനകത്തൊരു കുറവ് വരില്ല സാർ. ഒരു കാര്യം കൂടി, ഇവിടെ പല സമരങ്ങളുടെ കാര്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് എനിക്ക് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാർ. BJPയുടെ നേതാവ് ഇവിടെ വന്ന് സമരത്തിന് കൊടയും പിന്നെ കുപ്പായമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവിടെ പോയി സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു, എന്നിട്ട് അദ്ദേഹം തന്നെ ഈ കാര്യം ഏർപ്പെടുന്നു. നമ്മൾ രാഷ്ട്രീയമായി കാണുക, BJP നേതൃത്വം 2 ദിവസത്തേക്ക് സമരം, ഇവിടെ ഇപ്പോൾ ആശാ സമരത്തിൻ്റെ 2 ദിവസത്തേക്ക് അവരും കൂടി സമരം പ്രഖ്യാപിക്കുന്നു. അവർ ചെയ്യേണ്ട, കേന്ദ്രത്തിൽ നിന്ന് ചെയ്യേണ്ടതാണ്. 12 വർഷമായിട്ട് ഇത് കൊടുക്കുന്നില്ല എന്ന് ഞാനിത് പറയുമ്പോൾ, ഞാനും കർണാടകത്തിൻ്റെ മന്ത്രിയും തെലുങ്കാനയുടെ മന്ത്രിയും ഹിമാചലിൻ്റെയും പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റെയും ഉൾപ്പെടെ ധനകാര്യമന്ത്രിമാർ GST കൗൺസിലിൽ 12 വർഷമായിട്ട് ഈ പറഞ്ഞ സ്കീം വർക്കേഴ്സിൻ്റെ പണം കൊടുക്കുന്നില്ല, കൂട്ടുന്നില്ല എന്ന കാര്യം പറയാറുണ്ട്. ഞങ്ങൾക്കൊരു തർക്കമില്ല. ഇവിടെ ആയാലും അവരായിട്ടും ഈ കാര്യത്തിനകത്തൊന്നും പറയാൻ യാതൊരു തർക്കവുമില്ല സാർ. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, അവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് മന്ത്രി പോയിട്ട് വളരെ വളരെ സന്തോഷത്തോടു കൂടി ഈ സമരത്തിനകത്ത് പോവുക, എന്നിട്ട് ആ സമരത്തിനെ വീണ്ടും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, തിരിച്ചു വന്നിട്ട് വീണ്ടും സംസാരിക്കുക. കേന്ദ്രമന്ത്രി അദ്ദേഹമാണ് കൊടുക്കാത്തത്. അവർ ഇപ്പോൾ വീണ്ടും സമരം കൊണ്ട് നടത്തുക. ഞാൻ പറയുന്നത്, ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ, അതിനകത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഈ കാര്യത്തിനകത്ത് ഒരേപോലെ തന്നെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കാര്യത്തിനകത്ത് ഏറ്റവും സാധാരണക്കാരായ ആൾക്ക് 1000 രൂപ മാത്രം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. ഇന്ന് RJDയുടെ ഭരണകക്ഷി MP പറഞ്ഞിട്ടുണ്ട്, ബീഹാറിൽ 2000 രൂപയ്ക്ക് താഴെ കൊടുക്കുന്നുള്ളൂ, കേരളത്തിൽ 7000 കൊടുക്കുന്നു, എല്ലാം കൂടി ഇൻസെൻറ്റീവ് ഉൾപ്പെടെ 13000 കൊടുക്കുന്നു. സാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ വർഷമാകുമ്പോൾ BJPക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യമുണ്ട്. അതിനകത്ത് ദയവേത് UDFകാർ ആ കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണക്കാരായ ആശാ പ്രവർത്തകരായ സഹോദരിമാരുടെയും മറ്റുള്ളവരുടെയും കാര്യത്തിൽ ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്. അംഗൻവാടിയുടെ കാര്യത്തിനകത്തും കഴിഞ്ഞ ദിവസം നേതാക്കന്മാർ വന്നിരുന്നു. നമ്മൾ 10 കോടി രൂപയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക്, അവരുടെ ക്ഷേമനിധി പണമില്ല, പണ്ടേ ഉള്ള ക്ഷേമനിധിയാണ്. ക്ഷേമനിധി പണം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് ഗ്രാൻഡായിട്ടാണ് സാർ ആക്കി കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 10 കോടി രൂപ ആ ക്ഷേമനിധിയിലേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേമനിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പാവപ്പെട്ട ആളുകളെ ഒരു കാര്യവും ഈ സംസ്ഥാനങ്ങളിലും കൊടുക്കാതെ എല്ലാ സ്ഥലത്തും ആളുകളെ പിരിച്ചുവിടുകയും കോൺട്രാക്ട് ആക്കുകയും ചെയ്യുന്ന BJPയുടെ രാഷ്ട്രീയം തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഇത്തരമൊരു സാഹചര്യത്തിനകത്തേക്ക് പോയി വീഴാൻ ദയവേത് UDFും കോൺഗ്രസും ചെയ്യരുത്. പക്ഷേ ആ സഹോദരിമാരായിട്ടുള്ള സാധാരണക്കാരുടെ കാര്യത്തിൽ നമുക്ക് അവരോടെല്ലാം സപ്പോർട്ടാണ്, അവരുടെ കൂടെ നമ്മളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. നേരത്തെ ആ ചർച്ചയിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. BJP അടുത്ത ദിവസം സമരം അനൗൺസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. പാസ്സാക്കി തരത്തില്ല, സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കണം. ശ്രീ MS അരുൺകുമാർ, 2025 കേരള ധനകാര്യ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് അങ്ങയുടെ 1 നമ്പർ പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ,
2025 കേരള ധനകാര്യ ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന അയക്കണം എന്ന അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? നോട്ട് ഇൻ ദ സീറ്റ്. സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി 2025 കേരള ധനകാര്യ ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റി 14 ഭൂനികുതിയും ദേവസ്വവും സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റി 2 മരാമത്ത് ഗതാഗതവും വാർത്താവിനിമയം സംബന്ധിച്ച സബ്ജക്റ്റ് കമ്മിറ്റി 5 സംയുക്ത പരിഗണനയ്ക്കായി സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് സബ്ജക്റ്റ് കമ്മിറ്റി 8 അയക്കണം. ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റി 8 പരിഗണനയ്ക്ക് അയക്കുന്നു.